ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ കനകക്കുന്നിലാണ്. 2025 ഫ്ലവർ ഷോ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ലൈറ്റ് ഷോയും ഫ്ലവർ ഷോയും ഒക്കെ ആയിട്ടുള്ളതാണ് ഇന്നത്തെ വിഷയം. പിന്നെ അകത്ത് പാസ് എടുക്കുന്ന കാര്യമൊന്നും പറയണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ പാസ് എടുത്ത് അകത്തോട്ട് കയറി. അപ്പം നല്ല തിരക്കുണ്ട്, അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. സൺഡേയും കൂടെ ആയതുകൊണ്ട് ഒത്തിരി ആളുണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ ഇപ്രാവശ്യം എനിക്ക് ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഫുള്ള് വൈറ്റ് ലൈറ്റിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരുന്നത്. കൂടുതലും വൈറ്റ് ആയിരുന്നു. കളറെന്ന് പറയാൻ വളരെ കുറവായിരുന്നു, കൂടുതലും വൈറ്റ് ലൈറ്റാണ്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു. ഇവിടെ ഒരു ലവിൻ്റെ റെഡ് കളറിൽ ഒരു കണ്ടു. അവിടെ ഞങ്ങൾ സെൽഫി എടുത്തായിരുന്നു, കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ട്. വൈറ്റ് ലൈറ്റ്. പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞു പിള്ളേരെയൊക്കെ കണ്ടപ്പം ശിവാനി കൊച്ചു കുസൃതികളും അവരെല്ലാവരുമായിട്ട് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ നടക്കുവാണ്. ഇതൊരു സെൽഫി പോയിൻ്റ് ആയിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് വലിയൊരു ഡൈനോസർ, അവിടെ നിന്നും ഫോട്ടോസൊക്കെ അത്യാവശ്യം എടുത്തായിരുന്നു. ഇങ്ങോട്ടൊന്നും നമുക്ക് കയറാനേ പാടില്ല, എല്ലാവരും കയറ് കെട്ടി നിർത്തിയിരിക്കുവാണ്. പക്ഷേ ശിവാനിയും ബാക്കിയുള്ള നുറുങ്ങ് പിള്ളേരെല്ലാവരും ഈ കയറൊക്കെ കഴിഞ്ഞ് അകത്തോട്ടൊക്കെ കയറിപ്പോയി. സെക്യൂരിറ്റി പിന്നെ ഫിസിലൊക്കെ അടിച്ച് പുറത്തോട്ടിറക്കി. അങ്ങനെയൊക്കെ കുറച്ച് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റും കാര്യങ്ങളെല്ലാം കണ്ട് ഹാപ്പി ന്യൂ ഇയർ 2025. ഇവിടെ മുതലാണ് ഞങ്ങളുടെ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല കളർഫുള്ളായിരുന്നു. ഞങ്ങളിവിടെ നിന്നും കുറേ സെൽഫിയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും നല്ല ജമന്തീസായിരുന്നു, പല വെറൈറ്റി ജമന്തീസ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ നടന്നു. കുറേ അവിടെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ്. ഏതൊക്കെ ഫ്ലവറാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിഞ്ഞൂടെ. കണ്ടില്ലേ, മനോഹരമായിട്ടുള്ള അടുത്തൊരു ബോൾ ഷേപ്പിലുള്ള വലിയൊരു ലൈറ്റ് സെറ്റിംഗ് ആണ്. കേരളത്തിൻ്റെയും അതുപോലെ കുറേ ഇതൊക്കെ അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് ഞങ്ങളങ്ങനെ നടക്കുമായിരുന്നേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവർ ക്രിസ്മസ് സെറ്റാണേ. ക്രിസ്മസിൻ്റെ ഒരു തീമാണ്. അതായത് പുൽക്കൂടും അകത്തുള്ള ഇത് അത്യാവശ്യം കാണാൻ ഒരു നീറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. നല്ലൊരു ഉണ്ണിയേശുവും പുൽക്കൂടും അവിടെയായിട്ട് സെൽഫി സ്പോട്ടൊക്കെ ഉണ്ടായിരുന്നു. സിമ്പിൾ ആൻഡ് ഹമ്പിളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി. മണി പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കുറച്ച്, ഇതെനിക്ക് കറക്റ്റായിട്ട് ഏതാണെന്നൊന്നും അറിയത്തില്ലേ. പിന്നെ ബോൺസായിയുടെ കുറേ അധികം വെറൈറ്റി തന്നെ ഉണ്ടായിരുന്നെന്ന് പറയാം. ബോൺസായി ഒത്തിരി ഉണ്ടായിരുന്നു. ഇത് കളർഫുൾ. ചെറിയ പോണ്ടും ഡാലിയ, സൂര്യകാന്തി, റോസ്, ജമന്തിയുടേത്, റോസിൻ്റെ പച്ച. കൊച്ചു കുട്ടികളൊന്നും അധികം കണ്ടിട്ടില്ലാത്ത ഒരു കളറാണ് പച്ച റോസ്. അതെൻ്റെ കുഞ്ഞിന് കാണാൻ പറ്റി. പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, ബ്ലാക്ക് കാണാൻ പറ്റി. ഒരു ഡോൾഫിനെ കണ്ടു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബോൺസായുടെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ 35 വർഷം പഴക്കമുള്ള ബോൺസായിയുടെ ചെടികൾ വരെ ഇതിലുണ്ടായിരുന്നു. അതിൽ തന്നെ പ്ലാവ്, അരശ്, പുളി, അങ്ങനെ ഒരുപാട്
ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഡെക്കറേഷൻസ്, ബൊക്കേസ്, അങ്ങനെയൊക്കെ ഒട്ടും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരുപാട്, ഞാൻ മാത്രമല്ല ഒത്തിരി പേര് കണ്ടിട്ട്. ഇത് സൂര്യകാന്തി. ഇതൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒന്ന് നിന്ന് നോക്കിപ്പോയി പ്ലാസ്റ്റിക് ആണോ എന്ന് വരെ ഞങ്ങൾക്ക് ഡൗട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല പലർക്കും. ഇതൊക്കെ കണ്ടില്ലേ, എന്തൊരു കളറാ. തൊട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് കൺഫേം ചെയ്യാനും പറ്റൂല പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ ആണോ ഒന്നും അറിയാൻ പറ്റൂല. എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ്. അതെല്ലാം കണ്ടിട്ട് ഒരു സെൽഫി പോയിൻറ്റും കൂടെ ലാസ്റ്റിൽ അവർ വെച്ചിട്ടുണ്ട്. ഒരു മിറർ വെച്ചിട്ടുള്ള സെൽഫി പോയിൻറ്റ്. ഇത് റോസിൻ്റെ ഒരു സെക്ഷനായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അതിൽ വേറെയുണ്ട്, കണ്ടോ സെൽഫി പോയിൻറ്റ്. ഇത് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് എന്നുണ്ടോ അതല്ല. ആന്തോറിയത്തിൻ്റെയൊക്കെ പല പല വെറൈറ്റികൾ ഉണ്ടായിരുന്നു. എന്തോ കളറ്, ചിലപ്പോൾ പോയി കാണാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ എടുത്തത്. കണ്ടില്ലേ, അടീനിയത്തിൻ്റെ പല പല വെറൈറ്റീസ്, ഒത്തിരി കളേഴ്സ്. പിന്നെ ഇതെല്ലാം നമ്മൾ കണ്ടിറങ്ങുമ്പോൾ അവർ ഫുഡ് കോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശപ്പ് എടുക്കാനും തളർന്നവർക്ക്, ക്ഷീണിച്ചവർക്ക് റെസ്റ്റ് എടുക്കാനും ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റാളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നേ. ഇതെല്ലാം സ്റ്റാളാണ്. അകത്ത് ഒരു ഇത്തിരി സ്പേസിൽ സ്റ്റാളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക.